നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും ഫാത്തിമ CN നൽകി വിജയിപ്പിക്കുക. ഫാത്തിമ CN, നമ്മളെ പേരുമായിട്ട് നിങ്ങളെ പേരിനൊരു എലിമീസ വണ്ണത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഫാത്തിമ CME, നിങ്ങൾ ഫാത്തിമ CN. നമ്മളെ പേരുള്ളോലെങ്കിലും MLA യും മന്ത്രിയും ഒക്കെ ഒന്ന് ആട്ടെ. നമുക്ക് ഏതായാലും MLA യും മന്ത്രിയും ഒന്നും ആനാവൂല വിളെ. ഒരു MLA ക്കും ആയാ എന്തേത്താ പവറ്. അതിനുള്ള യോഗമൊന്നും നമ്മക്കില്ല. ഫാത്തിമ CN, നിങ്ങളായിക്കോളി തൽക്കാലം. നമ്മൾ രണ്ടാളെയും പേരൊരുവണായതുകൊണ്ട് നമ്മളൊരു വോട്ട് തരാം. കൊടല്ലേ ചിഹ്നം? ഹലോ, എന്തൊരു ചൂടാണ് പത്തു. ഈ ഉള്ള ചൂടൊന്നും പോരാഞ്ഞിട്ട് നാട് മുഴുവൻ പുതിയ ചൂടിറങ്ങിയില്ലേ? എന്ത് ചൂട്? എലക്ഷൻ ചൂടി. നേരാ. ടൗണിൽ നിന്നല്ലേ പത്തുവോ, ഒരു ഫോണ് പോലും വിളിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് അനൗൺസ്മെന്റും പാട്ടും കുത്തും ബഹള. അല്ല മൂസക്ക, എത്ര ലക്ഷം ഉണ്ടെങ്കിലേ ഇതിനൊക്കെ ചെലവാക്കാൻ പറ്റിയല്ലേ? ഓരോ സ്ഥാനാർത്ഥികളെ ലക്ഷങ്ങളാ പൊടിക്കണത്. ഇമ്മാരി പൈസ മുടക്കിയിട്ട് ജയിച്ചു വന്നാല് മുടക്കിയ പൈസയും അതിന്റെ പലിശയും എത്രയും പെട്ടെന്ന് ഭാര്യ എന്നുള്ള ഓരോ പ്രധാന പണി. സത്യം പറഞ്ഞാല് ഈ MLA യും മന്ത്രിമാരും ഒക്കെ അഴിമതിക്കാരാകുന്നേല് അങ്ങനെ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റൂ. സാഹചര്യാണ് ഓല അഴിമതിക്കാരാക്കണേ. അഴിമതിന്റെ കറവുരളാത്ത എത്ര ആൾക്കാരുണ്ട് പത്തു. കറവുരുളാൻ ഇതിന്റേതാണേ വായിക്കത്തങ്ങാനാ. ഒരു കാര്യം പറയുമ്പോ ഒരുമാതിരി ആക്കരുത് പത്തു. ഒരു തമാശ പറഞ്ഞാല് അതിന്റെ സെൻസസിൽ എടുക്കാൻ പഠിക്കണം നിങ്ങള്. സെൻസസോ അതോ സെൻസോ? ഒരു S അല്ലേ കൂടിയുള്ളൂ, അങ്ങ് ക്ഷമിച്ചൂടി. നിങ്ങൾ നോട്ടീസ് ഒന്ന് നോക്കി. ഇന്റെ പേരുള്ള സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് സൗത്തിൽ മത്സരിക്കണേ, ഫാത്തിമ CN. ആയി നമ്മളറിഞ്ഞു. ആ പാർട്ടിക്ക് നമ്മളൊരു വോട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചതാ. അന്റെ ഹലാക്കിലെ പേരല്ലേ, ആ വോട്ട് ചെയ്യാനുള്ള ഉസാറ് അങ്ങോട്ട് പോയി. ഓ, നമ്മളെ പേരിന് ഇപ്പൊ എന്തേതാ കുഴപ്പം? നിങ്ങളെ പേരിനേക്കാൾ എത്രയോ നല്ലത് അഞ്ച പേര്. ഒരു മൂസ. നിങ്ങളെ സ്വഭാവമായിട്ട് നല്ല ചേർച്ച. മൂസാന്ന് മാറ്റിയിട്ടേ മോശാണ് എന്ന് പറയണോ, അതാണ് കറക്റ്റ്. എടി, MAT മൂസ എന്ന് പറഞ്ഞാലേ ഈ നാട്ടിലെ സകല ആൾക്കാർക്കും അറിയാം. അന്റെ പേര് പറഞ്ഞാലേ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയില്ല. ഏത് പട്ടിക്കുഞ്ഞിന് ഞങ്ങളെ പേര് അറിയാം? കണ്ട പട്ടീനെയും പൂച്ചേനെയും നമ്മളെ പേര് പറഞ്ഞ് പഠിപ്പിക്കലല്ലേ നമ്മളെ പണി. ഒന്നും മിണ്ടാണ്ടിരിക്കടി. ഇത്രയും നേരം പോരെ സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കേറി അങ്ങോട്ട് പോവുകയും ചെയ്യും. ഞമ്മക്കും അതന്നെയാ പറയാനുള്ളത്. ഇത്രയും നേരം സമാധാനം ഉണ്ടായിരുന്നു പുറത്ത്, ഇവിടെ വന്ന് കേറി അത് തീർന്നു. സ്വന്തം ഭാര്യന്റെ പേര് ഭർത്താവായി നിങ്ങൾ ഇഷ്ടപ്പെടണോ? അന്റെ പേരല്ല ഞമ്മളെ പ്രശ്നവും, അന്റെ സ്വഭാവമാണ്. അന്റെ പേര് മാറ്റി ഐശ്വര്യ റായി ആക്കിയിട്ടും കാര്യമില്ല, അന്റെ സ്വഭാവം അതല്ലേ. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല, നമുക്ക് താല്പര്യമേ ഇല്ല. എന്ത് പറഞ്ഞാലും വരും ഓരോരോ കുറ്റങ്ങളുമായിട്ട്. ഫാത്തിമ CN എന്നും പറഞ്ഞിട്ട് ഒരു ഇലക്ഷന് മത്സരിക്കണ്ട്. അതാണ് സകല പ്രശ്നത്തിനും കാരണം. ഒരുത്തിയോ? അന്റെ ഉമ്മൂമ്മ പ്രായമുണ്ടവർക്ക്. എന്നാ പിന്നെ ഫാത്തിമ CN പോരെ കുത്തിരുന്നാ പോരെ. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പെരെ കുത്തിരിക്കാൻ പറ്റുമോ പറ്റൂ? വീൽ ചെയറിൽ തള്ളിയിട്ടും ജനങ്ങൾ ചുമന്നിട്ടൊക്കെയാണ് ഓരോ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത്. ഓ ഭയങ്കര. എന്താണെങ്കിലും വോട്ട് ഈ ഫാത്തിമ CN. അന്റെ പേരായി പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്യില്ല. ഓ, നിങ്ങൾ നോക്കിക്കോളി, ഈ ഫാത്തിമ CN ജയിക്കും. അങ്ങനെ പേര് ഈ നാട് മുയിക്ക പറ്റൂ. നമുക്കും അതൊരു അഭിമാനം. നമുക്ക് കാണാം. എന്ത് വില കൊടുത്തും ഇപ്രാവശ്യം കോഴിക്കോട് സൗത്ത് നമുക്ക് പിടിക്കണം മെമ്പറെ. പിടിക്കണം എന്ന് പറഞ്ഞാൽ കോഴിയോ താറാവൊന്നുമല്ലല്ലോ, ഒരു നിയോജക മണ്ഡലല്ലേ. അത് പിടിച്ചു നിർത്താൻ ചില്ലറ കളിയൊന്നും കളിച്ചാൽ പോരാ. അല്ല, നമുക്ക് കുറച്ച് വോട്ട് മറിക്കാൻ പറ്റിയ കാര്യം നടക്കൂല. എന്നാ ഈ ഒരു കാര്യം ചെയ്യും, ഒരു ടിപ്പറിൽ കുറേ വോട്ട് കൊണ്ടുവന്ന് കൊണ്ട് മറക്കി. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എതിരഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ മെമ്പറെ ശരിയാവുക? എടാ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം വേണ്ട എന്താ? ബുദ്ധി. അല്ല, പിന്നെ കുബുദ്ധി. ഈയൊക്കെ കോഴിക്കോട് സൗത്ത് പിടിക്കണം എന്ന് പറയല്ലാതെ അതിനെന്തെങ്കിലും മാർഗം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. അതാ പറയുന്നത്, കുബുദ്ധി വേണമെന്ന്. അല്ല, എന്ത് കുബുദ്ധിയാണ് നിങ്ങൾ കണ്ടുപിടിച്ച മെമ്പറെ? എടാ, അതായത് ഫാത്തിമ CN ആണല്ലോ ഇവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ
നമ്മൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണം. അവരുടെ പേരും ഫാത്തിമ എന്നായിരിക്കണം. ഫാത്തിമ സേനിന് കിട്ടുന്ന കുറേ വോട്ടുകൾ നമ്മൾ ഇറക്കുന്ന അപര സ്ഥാനാർത്ഥിക്ക് കിട്ടും. അതിന് ഫാത്തിമ എന്ന പേരുള്ള ഒരു സ്ത്രീ കണ്ടുപിടിക്കണ്ട മെമ്പറെ. വേണോ? അല്ലാതെ ഒരു ഫാത്തിമ ഓടി വന്ന് ഞാൻ അവരെയാവാന്നൊന്നും നമ്മളോട് പറയൂല. അല്ല, അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടെത്തണോ? അല്ലാതെ പാർട്ടി ചെലവില് ബിരിയാണി തീറ്റിയും പൈസ വെട്ടിക്കലും മാത്രമായിട്ട് നടന്നാ പോരാ. അല്ല, എന്നാ പിന്നെ ഞാൻ അന്വേഷിച്ചോളാം. അയ്യോ വേണ്ട, ഈയൊക്കെ അന്വേഷിച്ചാല് ഒരു കാലത്ത് ഒന്നും നടക്കൂല. ഞാനിതൊക്കെ നേരത്തെ തന്നെ അന്വേഷിച്ച് വെച്ചതാണ്. അല്ല, അതാരാ? ആകെ സമയവും പറഞ്ഞാ പോരെ. പക്ഷെ അവര് സമ്മതിക്കോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, ഞാനും സംസാരിച്ചു നോക്കിയല്ലോ. ഓ, നീ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കല്ലേ. തൽക്കാലം വല്ല പോസ്റ്റർ ഒട്ടിക്കലോ എതിർ പാർട്ടിന്റെ പോസ്റ്റർ കീറലോ അങ്ങനെയൊക്കെയുള്ള പണിക്ക് അങ്ങോട്ട് ചെയ്താൽ മതി. ആദ്യം ഇമ്മാരിക്കുള്ള പണിയൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് തെളി, എന്നിട്ടാവാൻ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ കയറ്റുന്നത്. എന്നാ പിന്നെ ഞാൻ പോയി പോസ്റ്റർ ഒട്ടിക്കല്ലേ? ഒട്ടിച്ചാൽ മാത്രം പോരാ, എതിർ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ മുഴുവൻ കീറണം. ഓ, എന്നാ വിട്ടോ. എന്നാ ശരി. ഞാൻ പാർട്ടി ഓഫീസിൽ ഒന്ന് കയറിയിട്ട് അപരയായ ഫാത്തിമയെ തപ്പിയിട്ട് ഞാനൊന്ന് പോയി നോക്കാം. ശരി ശരി. ഓ ശരി. സംഗതി പൈസ എടുത്ത പരിപാടിയുണ്ട്, ഉമ്മച്ചി സമ്മതിക്കും. കാരണം ഉടായ്പകളോട് പണ്ടേ എനിക്കൊരു വല്ലാത്തൊരിതാണെന്നുള്ള കാര്യം മെമ്പർക്കറിയാലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വിവരം റിസ്വാനോട് തന്നെ വന്ന് അവതരിപ്പിച്ചത്. മോസാനോട് പറഞ്ഞാലേ ധാർമ്മികത, മനസ്സാക്ഷി, രാജ്യത്തോടുള്ള കടമ എന്നൊക്കെ പറഞ്ഞോളേ. അത് മാത്രമല്ല, ഇത്താത്തയും ഉപ്പച്ചിൻ്റെ ലൈനാ. ഞാൻ ഉമ്മച്ചിയും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പകൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഉപ്പ ഇത്താത്തയും കൂടി പൊളിച്ച് പണ്ടാരടിക്കി കാണും. ഇത് നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എതിർ പാർട്ടിയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ CN-ഉം അപരയായ പാത്തുവിന്റെ ഒറിജിനൽ പേര് ഫാത്തിമ CM-ഉം ആയതുകൊണ്ട് ഒരുപാട് വോട്ടുകൾ മറിഞ്ഞു വരും. ഓരോ വോട്ടിനും ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പരിപാടി ഉറപ്പിക്കാം. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിച്ച് റെഡിയാക്കാൻ നോക്കാം. പക്ഷേ കോളേജിൽ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ തരികിട കാണിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇന്ന് രാഷ്ട്രീയപരമായിട്ടൊന്ന് ഇടപെടണം. അതെന്ത് പറച്ചില്ല റിസ്വാനെ. അന്റെ സകല പോക്രിത്തരങ്ങൾക്കും ഉടായ്പകൾക്കും എന്നും ഈ മെമ്പർ ഒപ്പം ഉണ്ടാവും. ഇന്റെ ആത്മാർത്ഥ തന്നെ ചോദ്യം ചെയ്യരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റൂല. സോറി മെമ്പറെ, നിങ്ങൾ ഫീലായല്ലേ? അതല്ല റിസ്വാനെ, നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ നിർത്തുന്ന അപര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഓരോ വോട്ടുകളും എനിക്ക് കിട്ടുന്ന പൂച്ചെണ്ടുകളാണ്. ആ ഒരു ഗമയിൽ വേണം അടുത്ത പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ. അത് കഴിഞ്ഞ് MLA, മന്ത്രി, ഒടുവിൽ മുഖ്യമന്ത്രി, എന്നിട്ട് വേണം ശരിക്കും ഒന്ന് കാട്ടുമുടിക്കാൻ. നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ ഒന്ന് മറക്കൂല മെമ്പറേ. റിസ്വാനെ അങ്ങനെ പറയരുത്. വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. വന്ന വഴി മറക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങളൊക്കെ എന്തായാലും മറക്കും മെമ്പറേ. ഇല്ലാന്ന്. ഞാനൊരു മുഖ്യമന്ത്രി ആയാല് ആ മന്ത്രിസഭയിൽ നീയും കാണും. ഒരൊത്ത രാഷ്ട്രീയക്കാരന് വേണ്ട പ്രസരിപ്പും ഉടായിപ്പും കള്ളത്തരവും ഒക്കെ അനക്കുണ്ട്. ഈ എന്റെ കഴിവുകളൊക്കെ ഒന്ന് വളർത്തിയെടുത്താലേ ഈസി ആയിട്ട് എനക്കൊരു MLA-യോ മന്ത്രിയോ ഒക്കെ ആവാം. ഞാനാവും മെമ്പറെ. പക്ഷെ മെമ്പർ മുഖ്യമന്ത്രിയായ അത് കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും. അതങ്ങനെ? അല്ല, പിന്നീട് ഭരണം നടത്താൻ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നിങ്ങൾ ബാക്കി വെച്ചിട്ട് വേണ്ടേ അടുത്ത മുഖ്യമന്ത്രിക്ക് ഭരിക്കേ? ആ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവ എങ്ങനെയെങ്കിലും പറഞ്ഞു ഉമ്മാനെ പാട്ടാക്കണം. അത് നമ്മൾ ഏറ്റു മെമ്പറെ. ഞങ്ങൾ വരി. അല്ല, എന്തായാലും നിങ്ങൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലേ ആഭ്യന്തരം മിക്കരുല്ലേ? പിന്നെ അല്ലാണ്ടേ. അന്ന് പെഞ്ച പോസ്റ്ററും നാട് വീമം പരിക്കൂലേ. പരത്താ നമ്മളെ കേസ് അങ്ങനെ പോസ്റ്ററിലും ഫ്ലെക്സിലും ഒക്കെ കാണുന്ന ആലോചിക്കുമ്പത്തി ഈ മുടിഞ്ഞ ചൂടത്ത് കോരാൻ വരുന്ന കുളിരാണ്. അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഉമ്മച്ചി MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. നമുക്ക് അതിനെപ്പറ്റി വേണം ആലോചിക്കാനും തീരുമാനം എടുക്കാനും. നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇവിടെ പലർക്കും നമ്മളോടും നമ്മളെ പേരിനോടും പുച്ഛ. ഓരോ കൊല്ലം ഞെട്ടിക്കണം. ഈ ഇലക്ഷനിൽ നമ്മൾ നമുക്ക് ഇന്നെ വോട്ട് ചെയ്യും. അത് ഉമ്മച്ചേ, ഇപ്പൊ പ്രധാനപ്പെട്ട തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പാർട്ടിക്കാർ ഒന്നെങ്കിൽ അപര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിൽ ഒരു തുക അങ്ങ് തരും. അതായത് 1 ടൈം സെറ്റിൽമെന്റ്. അതായത് ഒറ്റ തവണയായിട്ടൊരു തുകയായിട്ട് തരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിക്കുന്ന ഓരോ വോട്ടിനും ഇത്ര രൂപ എന്നുള്ള രീതിയിലായിട്ട് തരും. കുറച്ചധികം വോട്ട് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാ രണ്ടാമത്തെ ഐഡിയ ആണ് മുമ്പൊക്കെ ബെസ്റ്റ്. പക്ഷേ വോട്ട് കുറച്ചധികം കിട്ടണം. കിട്ടിയ ഇഷ്ടം പോലെ പൈസ നമുക്ക് ഉണ്ടാക്കും വെച്ചേ. ഹലോ മിസ്റ്റർ ഉസ്മോൻ, ഈ പാത്ത് വിചാരിച്ചാലാണോ വോട്ടിന് പന്നം? അയൽക്കൂട്ടം, കുടുംബശ്രീ,
കമ്മിറ്റി ഇവിടെ ഒക്കെ പാത്തൂന് നല്ല ഹോൾഡാണ്. വർദ്ധൂസന കമ്മിറ്റിയിലെ പ്രസിഡന്റ് അല്ലേ നമ്മള്? ആ. മാത്രല്ല നമുക്ക് വോട്ട് വെച്ച് തെണ്ടാൻ അറിയിക്കൂടെ? ഈ ഫാത്തിമ CN എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് എണീറ്റിട്ട് കക്കൂസിൽക്ക് പോകാൻ പോലുള്ള ആരോഗ്യമില്ലാത്ത തള്ളച്ചാണെന്നാണ് നമ്മൾ കേട്ടത്. അതെ, അത് നമുക്കൊരു ഗുഡ് പോയിന്റ് ആണ് ഉമ്മച്ചി. ഇഞ്ചൊരു ഗ്രാമറും ചുറുചുറുക്കും ഒക്കെ കാണുമ്പോ യൂത്തിന്റെ വോട്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരും. ഉമ്മച്ചിയെ, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് അമിതമായിരുന്നു. അത് പിന്നെ ആവേശത്തിന് മോള് പറഞ്ഞു പോയതാ. വോട്ട് പിടിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഉമ്മച്ചിക്ക്? കോൺഫിഡൻസോ? എന്തേട്ടാ എന്തെങ്കിലും എന്താ? എന്റെ ഉമ്മച്ചി, ഈ വോട്ട് പിടിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചേ. അത് പിന്നെ ഇല്ലാണ്ട് കോൺസത്തെ കൂട്ടയില്ലേ നമുക്ക്? എങ്കിൽ നമുക്ക് ഓരോ വോട്ടിനും ഇത്ര രൂപ എന്നുള്ള പരിപാടിയായിട്ട് പിടിക്കാം. ധൈര്യമായിട്ട് കൈ കൊടുത്തോ, നമ്മൾ അത്യാവശ്യം വോട്ട് പിടിക്കും. നമ്മളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന കാര്യം. നാമനിർദ്ദേശ പട്ടിയോ? എന്ത് തരം പട്ടിയാ? എന്റെ ഉമ്മച്ചിയെ, പട്ടിയല്ല, പത്രിക, നാമനിർദ്ദേശ പത്രിക. അതായത് ഈ ഇലക്ഷന് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കണം. അതിപ്പോ നമ്മക്ക് 2 or 3 എണ്ണായിട്ട് കൊടുത്തൂടെ? 2, 3 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല ഉമ്മച്ചിയെ, ഒരൊറ്റ ഒന്നേ കൊടുക്കാൻ പറ്റൂ. അതാണ് പറഞ്ഞു വരുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം മാത്രമേ ഈ കാര്യം ഉപ്പ എത്താത്ത അറിയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ 2 കൂടി അപ്പ തന്നെ എതിർപ്പായിട്ട് ഇങ്ങോട്ട് വരൂലേ? ചില ഉടായ്പ പോലും പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വിവരം അറിഞ്ഞാ മതി. അതങ്ങനെയുള്ളൂ. സംശയം അങ്ങനെ അല്ല. ഇനി എങ്ങനെങ്കിലും ഉമ്മച്ച് ജയിച്ചാലും ആരെ ML പഠിച്ചോനി അങ്ങനെ അങ്ങനെ ആയാണ്ടല്ലോ ആ നിമിഷം നമ്മള് ബോധം കിട്ടു വീണു. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആത്മവിശ്വാസം അധികം വേണ്ടാന്ന്. MLA മര്യാദക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കി ഈ ഇലക്ഷൻ വെച്ചിട്ട്. എന്നാലും നമുക്കൊരു തോന്നലാ മോനെ ജയിക്കും. ലോകത്തെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ജീവി എന്റെ ഉമ്മച്ചിയായിരിക്കും. അല്ല റിസ്മോനെ, ഫോട്ടോ ഒക്കെ എടുക്കണേ നമ്മ ഫ്ലെക്സിലേക്കാനി? അതൊക്കെ ഓര് വന്ന് എടുപ്പിക്കൂലേ? കൊടി വെച്ച കാർ പോകാനുള്ള മോഹാണല്ലേ? ഇങ്ങനെ ഉമ്മച്ചേ, ആ മെമ്പർ ഉണ്ടായതിനെ കൊണ്ട് നാമനിർദ്ദേശ പത്രികയുടെ പരിപാടി നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനി വോട്ട് പിടിച്ചോണം, അതിനനുസരിച്ചാണ് നമുക്ക് വരുമാനമുള്ളത്. നമ്മളെ എവിടെ പോയിട്ട് വരിക രണ്ടാളും? പറയാം, പക്ഷേ പറയുമ്പോ നെട്ടരുത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാത്തു എന്ന ഫാത്തിമ CM മത്സരിക്കാൻ പോകുന്നു. അതിനുള്ള നാമനിർദ്ദേശക പത്രിക കൊടുത്തിട്ട് വരികയാണ് നമ്മള്. നേരോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഉപ്പച്ചിക്ക്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചാണ് ഉമ്മച്ചി മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്ന പാർട്ടിയൊന്നുമില്ല. അതെ, സ്വന്തം ഭാര്യ MLA ആവാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഉപ്പച്ചിക്ക് എന്തൊരു സന്തോഷമില്ലത്. ചിരിക്കും ഉപ്പച്ചിയെ. അല്ല, ഞമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും ഇങ്ങക്കൊന്നും മനസ്സിലാവൂല. ഇങ്ങള് നോക്കിക്കോളി, നമ്മളെ പോസ്റ്ററും ഫ്ലെക്സും കൊണ്ട് ഈ നാട് മുഴുവൻ അറിയും. മാളികിരി പോരേന്റെ ചുവര് മുഴുവൻ നമ്മൾ ഒട്ടിക്കും. നിങ്ങൾ ഇഞ്ച പേരിനെ പുച്ഛിച്ചില്ലേ, ആ പേര് ഈ കോഴിക്കോട്ടുകാര് മുഴുവൻ സന്തോഷത്തോടെ വായിക്കും. മനസ്സിലായോ മിസ്റ്റർ മൂസ? ഉമ്മച്ചി ഇലക്ഷൻ നിൽക്കുന്ന വിവരം ഞങ്ങളോടൊന്നും പറയാത്ത വളരെ മോശമായി പോയി. പറഞ്ഞാ പങ്ങള് സമ്മതിക്കും. അല്ല, ഉമ്മച്ചി MLA ആവാൻ മത്സരിക്കുന്നു പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമല്ല ഉമ്മച്ചിയെ. പക്ഷെ ചില മീൻ കച്ചവടക്കാർക്ക് നമ്മൾ MLA ഒന്നാന്ന് സഹിക്കൂല മോളെ. എന്താണ് പാത്തു ഈ പറയണത്? ഞമ്മളെ കെട്ടുള്ള MLA ആവാന്ന് പറഞ്ഞാല് അത് നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യല്ലേ? സത്യമായിട്ട്. എന്നാ ഒന്നുകൂടി കേട്ടോളി, ഉമ്മച്ചി ഒരു അപര സ്ഥാനാർത്ഥിയാണ്. മനസ്സിലായില്ല? അതായത് ഫാത്തിമ CN എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് വോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ പേരിനോട് സാമ്യമുള്ള ഉമ്മച്ചീനെ പിടിച്ച് ഇലക്ഷന് നിർത്തി. ഫാത്തിമ CN, ഫാത്തിമ CM. മനസ്സിലായോ? അപ്പൊ അപരയാണല്ലേ? ഇപ്പൊ മനസ്സിലായി. മനസ്സിലായില്ലോ? നമ്മൾ എല്ലാരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാല് നമ്മക്ക് ഈ ഒരൊറ്റ ഇലക്ഷനെ കൊണ്ട് ലക്ഷപ്രഭുക്കളാ. ഓരോ വോട്ടിനാ പാർട്ടിക്കാര് പൈസ തരുന്നേ. ആ മെമ്പർ എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്ക് ഇതിന്റെ ഒക്കെ പുറകിലല്ലേ?
മൂപ്പരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാലും ഉപ്പച്ചി. ഇമ്മാതിരി വൃത്തികെട്ട രാഷ്ട്രീയമായിട്ട് നിങ്ങൾ രണ്ടാൾ ഇപ്പരയിൽ കഴിഞ്ഞുകൂടാന്ന് വിചാരിക്കില്ല. ഒരു അപര വന്നിക്കണം. ഇന്നത്തോടെ നിർത്തിക്കൊള്ളാൻ എന്റെ പരിപാടിയൊക്കെ. എന്താണ്ടി കെട്ടിയോനാ എന്നോട് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ മുട്ട ന്യായമായിട്ട് ഇങ്ങോട്ട് വരും അങ്ങോട്ടേനെ. അപ്പൊ നേരെ ചൊവ്വയുള്ള പരിപാടി അല്ലെന്ന് എനിക്ക് അറിയാം. ഇത് ഉപ്പച്ചി 4 പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങള് ന്യായവും സത്യസന്ധതയൊന്നും പറയാണ്ട് ഒന്ന് സഹകരിക്കും ഉപ്പച്ചിയെ. വേണ്ട ചേച്ചി. ഇമ്മാരി മനുഷ്യന്മാരോട് ഒരു സഹകരണം വേണ്ട. റസിയ, അനക്കും കൂടി മാണ്ടിയിട്ട് നമ്മൾ ഈ എലസലിൽ നിക്കണേ. എനിക്കോ? എന്തിന്? ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അനക്ക് 2 സ്വർണ്ണവള വാങ്ങണമെന്നാണ് നമ്മൾ ആഗ്രഹം, ഇല്ലേ മോനി? പിന്നെ ഉം, ആ സ്വർണ്ണവള എന്റെ പട്ടിയിടും. പട്ടി സാധാരണ വളരുന്ന ഞാൻ കാണില്ല, ഉമ്മച്ചി കാണല്ലോ. ഞാനും കണ്ടീനേലും. ചിട്ട മതിയിടന്ന് കാണും. ചുരിദാറിട്ട പട്ടി എത്ര പറഞ്ഞാലും രണ്ടിനും മനസ്സിലാവില്ല. എന്തെങ്കിലും ഉടായ്പായിട്ട് കൊണ്ട് പോന്നോളൂ. ദാ മര്യാദയ്ക്ക് പരിപാടി നിർത്തിക്കൊള്ളണം. എത്രയും പെട്ടെന്ന് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. വലിക്കണോ മാണ്ടിയോന്ന് ഞാൻ തീരുമാനിച്ചു. ഇഞ്ച പോസ്റ്ററിലേക്കുള്ള ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ആള് വരും. ഞാൻ ഒരുങ്ങാൻ പോവുക. ആര് വിചാരിച്ചാലും നമ്മളെ തടിയാൻ പറ്റൂല. ഇഞ്ചൊപ്പരും ഇഞ്ച പുന്നോമിനെ പുത്രനുണ്ട്. നമ്മളെ 10 ആൾക്കാർ അറിയുന്ന സൈക്കിളില്ലേ. ക്രിസ്മോനെ വാ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. കമോണ്ട്രാ. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ മാതിരിയാ. എന്തെത്താ മോളെ വരെ കൊണ്ട് കാട്ടുക. ഇമ്മാരി ജന്മങ്ങൾ ഈ നാട്ടിലുള്ളതുകൊണ്ടാണ് ഉപ്പച്ചി നമ്മുടെ നാടും രാഷ്ട്രീയമൊക്കെ ഇങ്ങനെയായി പോയേ. ചിന്ന ചിന്ന ഒന്ന് കൈ ഇങ്ങനെ നോക്കൂ. ക്യാമറമാനോനി, നമ്മള് ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് ഇട്ടിട്ട് നല്ലോണം വെളുപ്പിച്ചാളണം. മേഡം ഇപ്പൊ തന്നെ സൂപ്പറാ. ഇനി വേറൊരു ബാംഗ്ലൂരിലേക്ക് പോയി നല്ല സുന്ദരിയാക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ. സൂര്യന്റെ സൈഡിലേക്ക് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുകുന്നു. ആ പണം തന്നെ ഉപ്പച്ചി ഉമ്മച്ചിക്കും കിട്ടുന്നേ. എന്ത് ചെയ്യാനാ മോളെ? പൈസ ഉണ്ടാക്കാന്ന് മാത്രമാണ് രണ്ടിന്റെ ലക്ഷ്യം. റിസ്മോനെ നോക്ക്, പൗഡർ ഒക്കെ റെഡിയല്ലേ? അതെ, ഏടക്കാ ഇന്ന് കവലയിൽ ഇഞ്ചൊരു തീപ്പൊരി പ്രസംഗണ്ടി. നമ്മള് വോട്ട് വാരും. അതിന്റെ പൈസയും കൊണ്ട് ഞാനും മോനും ലക്ഷ്യപ്രഭുക്കളാവും. ലക്ഷ്യപ്രഭുക്കൾ. അതിനൊരു നയാ പൈസ ഞമ്മക്കന്റെ കായ് മാണ്ട. എന്റെ ഉമ്മച്ചിയെ പൈസ മേടിച്ച് ഇമ്മാരി പരിപാടികൾ കാണിക്കുന്നത് പടച്ചോൻ പൊറുക്കാത്ത കാര്യ. അല്ലെങ്കിൽ MLA ആയിട്ട് മത്സരിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്ക്? സ്വന്തം പേര് തെറ്റില്ലാണ്ട് എഴുതാൻ പറ്റുമോ നമുക്ക്? അതറിഞ്ഞൂടാത്ത എത്ര MLA മാരുണ്ട് നമ്മളെ നാട്ടില്? ഉണ്ടാവും. പൈസ കൊടുത്തും വർഗീയത പറഞ്ഞും അപരനെ അപരയേക്ക് നിരത്തിയിട്ടല്ലേ ഓരോരുത്തർ ജയിക്കണത്. ഈ ഫാത്തിമ സി എന്ന് പറഞ്ഞ പെണ്ണിന് എത്ര പ്രായമുണ്ട്? ഒന്ന് കൈ വറക്കാണ്ട് അവർക്ക് ഒപ്പിടാൻ പറ്റുമോ? ഓരെ തോപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രമം. എന്നിട്ട് ജയിപ്പിക്കണത് ആരേണ്ട? അഴിമതി നടത്താവുന്നോടത്തോളം നടത്തി ജയിലിൽ കിടന്നു ഒരുത്തനെ. ഇമ്മാര് കള്ളന്മാരെ ജയിപ്പിക്കാനാ നിങ്ങളൊക്കെ കൂട്ടിക്കണേ. ജനങ്ങളുടെ നികുതി പണം തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ ഇലക്ഷൻ സമയത്തിന് ഇങ്ങനെ ഓരോ കള്ളത്തരത്തിന് ഉപയോഗിക്കുന്നേ. ആ പണം വാങ്ങിയിട്ട് പാത്തുവോ ഒന്നും ആവാൻ പോണില്ല. ഒരു പൗര എന്ന നിലയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചില കടമകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടിയെ രാജ്യദ്രോഹ. അനക്കേ ഇലക്ഷനിൽ നിൽക്കണുണ്ടെങ്കിൽ ഈ നിന്നോ. അത് പണം വാങ്ങി ആരെയും ജയിപ്പിക്കാനാവരുത്. ഇങ്ങനെ ഒരു ഉമ്മച്ചിയാണ് എന്റെ ഉമ്മച്ചി എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാ. അതിന് ഞാൻ നിങ്ങളെ ഉമ്മങ്ങാനാ കെട്ടിയോളല്ലേ? അങ്ങനെ പറയാൻ നാണക്കേടാണെന്നാണ് പറഞ്ഞത്. ഞമ്മള് പറയാനുള്ളത് പറഞ്ഞു. ഈ ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം. റിസ്മോനെ എപ്പോഴാ നമ്മളെ യോഗം? ഇപ്പൊ തുടങ്ങും വെച്ച് നമ്മളങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാൻ പോരി. നീരാച്ചലോട് വർത്താൻ പറഞ്ഞു. എന്തിനുള്ള പുറപ്പാടാണ് റസിയ? എന്റെ പഠിച്ചോനെ ഉമ്മച്ചിക്ക് നല്ലൊരു ബുദ്ധി തോന്നിപ്പിക്കണേ. നമസ്കാരം. നമ്മൾ ഫാത്തിമ CM കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇവിടെ വന്നത്. നമ്മൾ ഇലക്ഷന് നിൽക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കേരളത്തിൽ മത്സരിക്കുന്ന നിരവധി സ്ഥാനാർത്ഥികളെ പോലെ കഴിവില്ലാത്തവളാണ് നമ്മളും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര യുവാക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? വളരെ കുറവ്.
എന്നാൽ കുയിലോട്ട് കാലം നീട്ടി നിൽക്കുന്ന എത്ര ആളുകളാണ് ഈ മത്സരത്തിൽ മത്സരിക്കുന്നത്? അതിലാണെങ്കിൽ 50-യുടെ കറ പുരളാത്തവർ വളരെ വിരളമാണ്. അതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ മത്സരിക്കുന്നത് ഫാത്തിമ സിഎന്നിന്റെ അപരയായിട്ടാണ്. ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റേ സ്ഥാനാർത്ഥിയുടെ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് നല്ലോണം പൈസയും തരാന്ന് പറഞ്ഞിരിക്കണേ. പക്ഷേ ആ പൈസ നമുക്ക് മാണ്ട മാണ്ട മാണ്ട. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണ്. നമുക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോ സ്ഥാനാർത്ഥികളും ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല എന്ന് ബോധ്യം വന്നാൽ പിന്മാറണം. അതായിരിക്കണം ജനങ്ങളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഞാൻ, അതായത് ഫാത്തിമ സിഎമ്മി പിന്മാറുന്നു എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പാത്തുവോ പാത്തുവോ ഡീ ഇങ്ങോട്ട് വാ. ആ കൈ കൊണ്ട ഇങ്ങോട്ട് കൊണ്ടാ. അന്റെ ഇന്നലത്തെ പ്രസംഗം വലിയ സംഭവമായിക്കണു. രാഷ്ട്രീയക്കാരുടെ കണ്ണു തുറപ്പിക്കുന്ന പ്രസംഗേനി. അന്റെ പ്രസംഗം കാരണം പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ പിൻവലിയാന്ന്. ഈ ചരിത്ര സംഭവമായില്ല പാത്തുവോ. ഉമ്മച്ചീന്റെ പ്രസംഗം വൈറലായി. ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടോക്ക് സത്യസന്ധതയ്ക്കും ആത്മാർത്ഥം കിട്ടുന്ന പിന്തുണ കണ്ടയി. 1 കോടി ഉണ്ടാക്കിയാലും കിട്ടാത്ത സന്തോഷാണ് ഞമ്മക്കിപ്പോ. ഫാത്തിമ സിഎന്നും തനിക്ക് യോഗ്യത ഇല്ലാന്ന് പറഞ്ഞത് അപ്പൊ പിന്മാറി. പിന്മാറിയോ? എന്റെ പാത്തോ ഈ ഒരു സംഭവാട്ടോ. ഞമ്മളെയും നമ്മക്കൊന്നേ പറഞ്ഞാണ്, ഈ ഇലക്ഷന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. ജനങ്ങൾക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും ഓരോരുത്തരും അവനവന്റെ കടമ ആത്മാർത്ഥമായിട്ട് ചെയ്താല് നമ്മുടെ നാട് ഇനിയും നന്നാവും. അല്ല പിന്നെ